സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രതിഷേധ ദിനാചരണം നടത്തി. മെഡിസെപ് പദ്ധതിയുടെ പേരിൽ പെൻഷൻകാരെ കൊള്ളയടിക്കാൻ ശ്രമിക്കുകയാണെന്നും പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ശാസ്താംകോട്ടയിൽ പ്രതിഷേധ ദിനാചരണം നടത്തിയത്. മെഡിസെപ് പദ്ധതിയുടെ പേരിൽ പെൻഷൻകാരെ കൊള്ളയടിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണെന്നും കാലാവധി കഴിഞ്ഞിട്ടും പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ചുമാണ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും യോഗവും നടത്തിയത്. ശാസ്താംകോട്ട സബ് ട്രഷറിയിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത്. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എ മുഹമ്മദ് കുഞ്ഞ് യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രയോജനപരമായ രീതിയിൽ ആ പദ്ധതി നടപ്പാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ 2014 ശ്രീ ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് ഒഴിയുന്നതിന് മുമ്പ് കേരളത്തിലെ സർവീസ് പെൻഷൻകാർക്ക് സൗജന്യമായി ചികിത്സാ പദ്ധതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവിറക്കിയിട്ടാണ് പോയത്. നിർഭാഗ്യവശാൽ തുടർന്ന് വന്ന ഗവൺമെന്റ് അതിന് തുടർ നടപടി സ്വീകരിച്ചില്ല. അന്ന് സഖാവ് തോമസ് ഐസക്കാരൻ ധനകാര്യമന്ത്രി ഞങ്ങൾ തോമസ് ഐസനെ കണ്ട് പറഞ്ഞു, ഞങ്ങളുടെ ഈ പെൻഷൻ പരിഷ്കരണം ഈ പെൻഷൻകാർക്ക് സൗജന്യ പദ്ധതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഒന്ന് 6 മാസം സമയം തരണമെന്നാണ് ആവശ്യപ്പെട്ടത്. 6 മാസം കഴിഞ്ഞ് 6 വർഷവും കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ഗവൺമെന്റ് വന്ന് ബാലഗോപാൽ ധനകാര്യമന്ത്രിയായതിനു ശേഷമാണ് ഇത് മെഡിസെപ് എന്ന പേര് പറഞ്ഞുകൊണ്ട് ഇത് വികലമായി നടപ്പാക്കിയിരിക്കുന്നത്. ഇതിന് ഓപ്ഷൻ അനുവദിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. നിയോജക മണ്ഡലം പ്രസിഡന്റ് KG ജയചന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ചു. MI നാസർ ഷാ, അർത്തീൽ അൻസാരി, M അബ്ദുൽ സമദ്, സന്തോഷ് കുമാർ, അസൂറ ബീവി, മുഹമ്മദ് ഹനീഫ, ഷൂർനാട് വാസു, D ബാബുരാജൻ, ലീലാമണി, ജോൺ മത്തായി, എൽ മറിയാമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.